Today we are going to discuss about behavior of real gases. We learn different gas laws, ideal gas equation, collision diameter, mean free path, collision number, etc. Next topic is behavior of real gases. And the first thing, deviation of real gases from ideal behavior. You know, the real gases, what are the real gases? Real gases like hydrogen, nitrogen, oxygen, etc. will obey all the gas laws like Boyle's law, Charles' law, Avogadro's law, and the ideal gas equation PV equal to nRT only at high temperature and low pressure. The real gases will obey the ideal gas laws and the equation PV equal to nRT only at high temperature and low pressure conditions. In between these conditions, there is a deviation from the ideal behavior that will deviate from the ideal behavior, and that deviation is usually that is pronounced at ഇവിടെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുക ലോ ടെമ്പറേച്ചറിൽ നല്ല ഡീവിയേഷൻ ആയിരിക്കും ആൻഡ് ഹൈ pressure. So at low temperature and high pressure, the real gases deviate very much from the ideal behavior. Okay, so this will obey only at high temperature and low pressure conditions, and at low temperature and high pressure condition the gases deviate from the ideal behavior. Real gases will deviate from the ideal behavior. So we can study a graphical representation of deviation. നമുക്ക് ഈ ഡീവിയേഷനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡീവിയേഷൻ. ഫോർ ദിസ് വി നീഡ് പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ്. നമ്മൾ പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് വരയ്ക്കുകയാണ്. ഡിഫറെൻറ്റ് ഗ്യാസസിൻ്റെ പി വി എഗെയിൻസ്റ്റ് പി ഗ്രാഫ് നമുക്ക് വരച്ചു നോക്കാം. അതിൽ നിന്ന് നമുക്ക് ഡീവിയേഷൻ മനസ്സിലാവും. നോക്കൂ, ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. പി വി എഗെയിൻസ്റ്റ് പി വി ആർ ട്രീറ്റിംഗ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, ഐസോതേം എന്നാ പറയുക അല്ലേ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിനാണ് ഐസോതേം. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നമ്മൾ പി വി എഗെയിൻസ്റ്റ് പി. പി വി എഗെയിൻസ്റ്റ് പി ഏതിലാണ്, ബോയിൽസ് ലോയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, പി വി എഗെയിൻസ്റ്റ് പി ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് പി വി അതും കൂടിക്കൊണ്ടേയിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ദിസ് ഈസ് ഫോർ ഐഡിയൽ ഗ്യാസ്. പക്ഷേ നമ്മളുടെ റിയൽ ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഹീലിയം അതെല്ലാം സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നോക്കൂ, ഹൈഡ്രജൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഹീലിയം ഒരു സ്ലോപ്പ് ഉണ്ട് അല്ലേ. ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ല, അതായത് പാരലൽ ടു ദിസ് ആക്സിസ് അല്ല, വേറൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത് വിത്ത് എ സ്ലോപ്പ്. ദെൻ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജനും ഹീലിയവും പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. ആൻഡ് കൺസിഡർ നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അവർ നോക്കൂ, ആദ്യം പി വി കുറയും, ലെഡ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് പി വി കുറഞ്ഞു വന്നു, ദെൻ കൂടി, ഇവിടെ എത്തുമ്പോൾ ഈ ലൈനിനെ ക്രോസ് ചെയ്തു, പിന്നെ അങ്ങനെ കൂടാൻ തുടങ്ങി. കാർബൺ ഡൈ ഓക്സൈഡാണ് ഈ വരച്ചിരിക്കുന്നത്. പി വി കുറഞ്ഞു വന്നു, പ്രഷർ കൂടുമ്പോൾ കുറഞ്ഞു വന്നു, പിന്നെ കൂടി, പിന്നെ ഈ ലൈനിനെ ക്രോസ് ചെയ്തു. ഓക്കെ, സോ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഐഡിയൽ ബിഹേവിയർ ആണെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടണമായിരുന്നു പാരലൽ ടു ദിസ് പ്രഷർ ആക്സിസ്. പക്ഷേ നമ്മൾ റിയൽ ഗ്യാസസ് എല്ലാം ഡിഫറെൻറ്റ് പി വി അഗെയിൻസ്റ്റ് പി ഐസോതേംസ് ആണ് കാണിക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദി ഐഡിയൽ ബിഹേവിയർ. ഇത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. That can be best understood by a factor called a compressibility factor. Compressibility factor വെച്ചിട്ട് നമുക്ക് ഈ ഡീവിയേഷനെ സ്റ്റഡി ചെയ്യാം. That can be explained. കംപ്രസിബിലിറ്റി ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ. എത്രത്തോളം ഡീവിയേറ്റ് ചെയ്യുന്നു എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡീവിയേഷൻ, ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഈസ് കോൾഡ് ആസ്, ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ. I repeat, the extent to which an ideal gas a real gas deviate from the ideal behavior can be expressed by compressibility factor. It is represented by letter Z. So what is Z? It is the extent to which a real gas deviate from ideal behavior, and Z is equal to PV divided by
എൻ ആർ ടി എന്ന് എഴുതാം നമുക്ക്. Z ഈസ് ഈക്വൽ ടു പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ടി. അതിൽ വി ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് പെർ വോളിയം അല്ലേ, വോളിയം പെർ നമ്പർ ഓഫ് മോൾസ്. അതിനെ നമുക്ക് പി വി എം ബൈ ആർ ടി എന്ന് എഴുതാം. വേർ വി എം ഈസ് ഈക്വൽ ടു മോളാർ വോളിയം. ഒരു മോളിൻ്റെ വോളിയമാണ് മോളാർ വോളിയം. അപ്പോൾ നമുക്ക് എന്നിനെ n 1 ആവുന്നതാണ് വി ബൈ എൻ വി എം ആക്കി നമ്മൾ എടുത്തത്. ഓക്കെ, സോ Z ഈസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി ഓർ പി വി എം ബൈ ആർ ടി വേർ വി എം ഈസ് ഈക്വൽ ടു മോളാർ വോളിയം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ എന്നാൽ പറയൂ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് Z? Zൻ്റെ വാല്യൂ എന്തായിരിക്കും? വി നോ ഫോർ ഐഡിയൽ ഗ്യാസ് പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആയില്ലേ അല്ലേ? പി വി ഈക്വൽ ടു എൻ ആർ ടി ആണ് അല്ലേ? നോക്കൂ, പി വി സ്ട്രൈറ്റ് ലൈൻ ആണ്, കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞാൽ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. സോ Z ഈസ് ഈക്വൽ ടു 1. വെരി ഇമ്പോർട്ടൻറ്റ്. ഫോർ ഐഡിയൽ ഗ്യാസ് Z ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അണ്ടർ ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ വാട്ട് ഈസ് ഫോർ റിയൽ ഗ്യാസ്? For real gases, Z is deviate from 1. 1-ൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് വരും. ദാറ്റ് മേ ബി ചിലപ്പോൾ സ്മോൾ ആയിരിക്കാം 1-നേക്കാൾ, ചിലപ്പോൾ 1-നേക്കാൾ കൂടുതലായിരിക്കും. സോ ആ ഡീവിയേഷനെയാണ് നമുക്ക് കംപ്രസിബിലിറ്റി ഫാക്ടർ. Z ഈക്വൽ ടു 1 ഫോർ ഐഡിയൽ ഗ്യാസ്. സോ ഫോർ റിയൽ ഗ്യാസ് Z ഈസ് ഡീവിയേറ്റ് ഫ്രം യൂണിറ്റി. യൂണിറ്റിയിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് Z-ൻ്റെ വാല്യൂ അറിഞ്ഞാൽ എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് Z? Compressibility factor is the extent to which a real gas deviate from the ideal behavior under the given temperature and pressure. Next we want to study the extent of deviation from Boyle's law and Charles' law. That is, first we want to study the effect of pressure on deviation from. നമുക്കറിയാം ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എന്താണ് എഫക്റ്റ് ഓഫ് പ്രഷർ എന്നാണ് പറയുന്നത്. സോ ഇൻ ഓർഡർ ടു സ്റ്റഡി വി ഹാവ് ടേക്കൺ Z അഗെയിൻസ്റ്റ് പി. ഇവിടെ നമ്മൾ പി വി അഗെയിൻസ്റ്റ് പി ആയിരുന്നു അല്ലേ, പി വി അഗെയിൻസ്റ്റ് പി. അതിന് പകരം നേരെ ഇവിടെ നമ്മൾ എന്തെടുത്തു? Z അഗെയിൻസ്റ്റ് പി എടുത്തു. Z എന്താണ്? പി വി ബൈ എൻ ആർ ടി അല്ലേ, അല്ലെങ്കിൽ പി വി എം ബൈ ആർ ടി. അത് അഗെയിൻസ്റ്റ് പി ആക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഐഡിയൽ ഗ്യാസസ്. നോക്കൂ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ എന്നൊക്കെ തുടങ്ങിയവയ്ക്കൊക്കെ എന്താ ഉണ്ടാവുക? മീതെയിനും ഏകദേശം ഇതുപോലെ തന്നെ വരും കേട്ടോ, ഇങ്ങനെ തന്നെ മീതെയിൻ ഗ്യാസ്. അതായത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടി വരുന്നു. ഫോർ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം നമുക്കറിയാം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, ബട്ട് ഹാവിങ് എ സ്ലോപ്പ്, ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് പ്രഷർ. സോ ഇൻ ഓർഡർ ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് പ്രഷർ we have taken the Z against P plot നമ്മൾ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം. ഐഡിയൽ ഗ്യാസ് Z ഈക്വൽ ടു 1 ആണ്. നോക്കൂ, 1 എന്നുള്ള വാല്യൂ ഫോർ ഐഡിയൽ ഗ്യാസ് Z ഈസ് ഈക്വൽ ടു 1 ആണ്. ആൻഡ് യു നോ അറ്റ് ലോ പ്രഷർ, നോക്കൂ, ലോ പ്രഷർ റേഞ്ചിലെ എല്ലാവരുടെയും വാല്യൂ ഈസ് ക്ലോസ് ടു 1. ദാറ്റ് ഈസ് അറ്റ് ലോ പ്രഷർ the Z ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കുന്നു അല്ലേ. അപ്പോൾ ലോ പ്രഷറിൽ ഗ്യാസസ് ഏകദേശം ഐഡിയൽ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. അറ്റ് ലോ പ്രഷർ ദ ഗ്യാസസ് ഷോസ് ഐഡിയൽ ബിഹേവിയർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആണെന്ന് വളരെ ലോ പ്രഷറിലേക്ക് ചെല്ലുമ്പോൾ. ഓക്കെ, and next we can consider each graphs. For first consider the case of nitrogen, oxygen, കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെടുത്ത് നോക്കൂ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അവരുടെ Z വാല്യൂ ഫസ്റ്റ് ഡിക്രീസസ്, ദാറ്റ് ഈസ് ദ കംപ്രസിബിലിറ്റി ഫാക്ടർ ഡിക്രീസസ് ഫസ്റ്റ് വിത്ത് ഇൻക്രീസിങ് പ്രഷർ ആൻഡ് ദെൻ ഇൻക്രീസസ്. കംപ്രസിബിലിറ്റി ഫാക്ടർ ഡിക്രീസ് ചെയ്യും, പിന്നെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ആദ്യം ഡിക്രീസ് ചെയ്തു, പിന്നെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഇതിനെ ക്രോസ് ചെയ്യൂലേ, Z ഈക്വൽ ടു 1 ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. സോ അവരെക്കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഫോർ നൈട്രജൻ, ഓക്സിജൻ, സോ ദാറ്റ് ആസ് പ്രഷർ ഇൻക്രീസസ് Z decreases first, then as pressure increases Z increases and crosses the line. അപ്പോൾ നോക്കൂ, അറ്റ് ലോ പ്രഷർ Z is less than 1. Z less than 1 ആണ് അല്ലേ. ദാറ്റ് ഈസ് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഇഫ് Z is less than 1 it is called a negative deviation. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Z പി വി ഈസ് Z ലെസ് ദാൻ 1 എപ്പോഴാണ് വരിക? പി വി ലെസ് ദാൻ എൻ ആർ ടി ആകുമ്പോഴല്ലേ, കാരണം Z ഈസ് ഈക്വൽ ടു പി വി ബൈ എൻ ആർ ടി ആണ്. സോ Z വിൽ ബി ലെസ് ദാൻ 1 വെൻ പി വി ഈസ് ലെസ് ദാൻ എൻ ആർ ടി ആയിരിക്കുമ്പോൾ. നമുക്ക് ഈ എൻ ആർ ടീനെ ഐഡിയൽ ഗ്യാസായിട്ട് മാറ്റാം. ഓക്കെ, ദാറ്റ് ഈസ് പി വി റിയൽ ഈസ് ലെസ് ദാൻ പി വി ഐഡിയൽ എന്നാക്കി എഴുതാം.
അല്ലെങ്കിൽ നമുക്ക് എഴുതാം വി റിയൽ ഈസ് ലെസ് ദാൻ വി ഐഡിയൽ. ദാറ്റ് മീൻസ് റിയൽ ഗ്യാസസിൻ്റെ വോളിയം കുറവാണ് ഐഡിയൽ ഗ്യാസസ്. വോളിയം കുറയും എപ്പോഴാണ്? നന്നായി കംപ്രസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അല്ലേ. അത് മനസ്സിലാക്കുന്നത് ദ റിയൽ ഗ്യാസസ് ആർ these real gases, okay, nitrogen, oxygen, real gases are more compressible than ideal. അതായത് ഈ ലോ പ്രഷറിൽ കേട്ടോ ഏതൊക്കെ ഗ്യാസ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തൈൻ തുടങ്ങിയ CH4 മീത്തൈൻ തുടങ്ങിയ ഗ്യാസസ് അതിൻ്റെ Z <1 ആണ്. അതിൻ്റെ അർത്ഥം ദേ ആർ മോർ കംപ്രസിബിൾ ദാൻ ഐഡിയൽ ഗ്യാസസ് ആൻഡ് ദിസ് ബിഹേവിയർ ഈസ് അറ്റ് ലോ പ്രഷർ. ഇത് നമ്മൾ പ്രഷർ കൂട്ടി വരുമ്പോൾ വീണ്ടും കുറഞ്ഞ് വന്ന് നന്നായി കംപ്രസ് ചെയ്യും. ദെൻ ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ എത്തുമ്പോൾ വീണ്ടും കൂടുക ചെയ്യുന്നത്. നോക്കൂ, ഇതിങ്ങനെ കുറഞ്ഞ് വന്ന് പിന്നെ കൂടുന്നു അല്ലേ. പിന്നെ കൂടുന്ന 1നെ ക്രോസ് ചെയ്ത് കൂടാൻ തുടങ്ങി അല്ലേ. ഓക്കെ, സോ അറ്റ് ഹൈ പ്രഷറിൽ എന്ത് സംഭവിക്കുന്നു? Z ഈസ് ഗ്രേറ്റർ ദാൻ 1. Z ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമ്മളതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്നാണ് പറയുക. ഇഫ് Z ഈസ് ഗ്രേറ്റർ ദാൻ 1 ഇറ്റ് ഈസ് ടേംഡ് ആസ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വരിക? പി വി റിയൽ ഈസ് ഗ്രേറ്റർ ദാൻ പി വി ഐഡിയൽ എഴുതും. അപ്പോൾ വി റിയൽ ഈസ് ഗ്രേറ്റർ ദാൻ വി ഐഡിയൽ. ദാറ്റ് മീൻസ് ലെസ് കംപ്രസിബിൾ. അപ്പോൾ ഈ ഗ്യാസസ് എല്ലാം തന്നെ ഹൈ പ്രഷർ വരുമ്പോൾ ലെസ് കംപ്രസിബിൾ ആണ്. ദീസ് ഗ്യാസസ് ആർ ലെസ് കംപ്രസിബിൾ അറ്റ് ഹൈ പ്രഷർ ആൻഡ് മോർ കംപ്രസിബിൾ അറ്റ് ലോ പ്രഷർ. അതാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. Then consider hydrogen, helium. Okay, അവരുടെ ഒരിക്കലും കുറയുന്നില്ല. As the pressure increases their Z increases. That is, for hydrogen and helium Z is greater than 1 for all pressure. Okay, നമ്മൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഗ്രാഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഈ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താ വരുന്നത്? Z ഈസ് ഗ്രേറ്റർ ദാൻ. സോ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഗ്രേറ്റർ ദാൻ 0 എപ്പോഴും Z ഗ്രേറ്റർ ദാൻ 1 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ആർ ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് ആൻഡ് ദേ ആർ ലെസ് കംപ്രസിബിൾ അല്ലേ. ലെസ് കംപ്രസിബിൾ. റിയൽ ഗ്യാസസിൻ്റെ അത്ര കംപ്രസിബിൾ അല്ല ഹൈഡ്രജനും ഹീലിയവും. ലെസ് കംപ്രസിബിൾ അറ്റ് ഓൾ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, പക്ഷേ കണ്ടിട്ടുണ്ട് ദാറ്റ് ഈസ് ഹൈഡ്രജൻ ഒരു -165 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഈ നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ കർവാക്കിയിട്ട്. അതുപോലെ ഹീലിയം ഓൾസോ ഒരു -240 നമ്മൾ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഹൈഡ്രജൻ ഒരിക്കലും ഐഡിയൽ ബിഹേവിയർ കാണിക്കില്ല. എന്ത് കാണിക്കുന്നു? ഒരു ഡീവിയേഷൻ അതിൽ, അതായത് നമ്മുടെ നൈട്രജനും ഓക്സിജനൊക്കെ തന്ന അതേ ഗ്രാഫാണ് തരുന്നത് ഹൈഡ്രജനും ഹീലിയം. അല്ലാത്ത എല്ലാ 0 ഡിഗ്രി സെൽഷ്യസ് മുതലൊക്കെ എന്താണ് വരുന്നത്? Z ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമാണ് ഇവരെ പോലെ ബിഹേവ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അതൊന്ന് മനസ്സിലായി. ഹൈഡ്രജൻ ആൻഡ് ഹീലിയം പോസിറ്റീവ് ഡീവിയേഷനാണ്, ലെസ് കംപ്രസിബിൾ. അതാണ് നമ്മൾ എഫക്റ്റ് ഓഫ് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Z അഗെയിൻസ്റ്റ് P ചെയ്തു. ലോ പ്രഷറിൽ, ഏറ്റവും എക്സ്ട്രീം ലോ പ്രഷറിൽ എല്ലാവരുടെയും Z ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ദേ ബിഹേവ്സ് ഐഡിയലി. ഇനി നമ്മൾ ഓരോരുത്തരെ പഠിച്ചു. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് അവർ. ഓക്കെ, സോ നൈട്രജൻ, ഓക്സിജൻ അങ്ങനെ വന്നു. ഫോർ ഹൈഡ്രജൻ, ഹീലിയം Z ഗ്രേറ്റർ ദാൻ 1. പിന്നെ നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലായി. നോക്കൂ, ഡീവിയേഷൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് പാരലൽ ടു ദി പ്രഷർ ആക്സിസ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫോർ ഹയർ പ്രഷേഴ്സ് ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദി ബോയിൽസ് ലോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി അല്ലേ. Okay, next we want to study the effect of temperature on deviation from ideal behavior. That is Charles law ആണ് ഇവിടെ വരുന്നത്. Effect of temperature. For that we have measured Z against P at a different temperature for nitrogen molecule മാത്രം വെച്ച് സ്റ്റഡി ചെയ്തു. അതായത് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ സ്റ്റഡി ചെയ്തു. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടിയത്. ആൻഡ് ദ ടെമ്പറേച്ചേഴ്സ് ആർ -70, -25, 20 ആൻഡ് 50. അങ്ങനെ ഈ 4 റേഞ്ച് ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി. നോക്കൂ, ഇങ്ങനെ കർവ് ഷേപ്പാണ്. ഇവിടെ മാത്രം കുറച്ച് സ്ട്രൈറ്റ് ലൈൻ വന്നു അല്ലേ. ദാറ്റ് മീൻസ് ദീസ് റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ചാൾസ് ലോ.
ചാൾസ് ലോയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി. കാരണം സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ കിട്ടിയിരിക്കുന്നത്, അല്ല പാരലൽ ടു പ്രഷർ അല്ലാത്തത് കൊണ്ട് തന്നെ ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദി ചാൾസ് ലോ. ഇനി നമുക്ക് ഷേപ്പ് നോക്കി നോക്കൂ. ഈ ഡിപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ഡിപ്പ് ഇൻ ദ കർവ് ഈസ് ഗ്രേറ്റർ അറ്റ് ലോ ടെമ്പറേച്ചർ അല്ലെ. -70 നല്ല ഡിപ്പുണ്ട്. ദെൻ -20 ഡിപ്പ് ഇങ്ങനെ കുറഞ്ഞു. ഓക്കെ, സോ ദ ഇനീഷ്യൽ dip in the curve is greater at a lower temperature. Okay, then at 50 പിന്നെ എന്ത് ചെയ്യണം, then as the temperature increases the dip decreases and at 50 degrees Celsius എത്തിയപ്പോൾ നൈട്രജനിൽ ആ ഡിപ്പ് വാനിഷ് ചെയ്തു. പകരം നോക്കിയൊക്കെ ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ പാരലായിട്ട് തന്നെ പോയി, പിന്നെ അങ്ങോട്ട് കൂടുക ചെയ്തത്. ഓക്കെ, സോ ഫോർ ആസ് ദ ടെമ്പറേച്ചർ റീച്ചസ് 50 degrees Celsius the dip vanishes and become parallel, that is z equal to 1 is up to ഒരു 100 വരെ 100 പ്രഷർ വരെ ഒരു കോൺസ്റ്റൻറ്റ് z equal to 1 ആയി. then it increases. this is for നൈട്രജൻ്റെ കേസ്. ഓക്കെ, പിന്നെ അത് കൂടുക തന്നെയാണ് ചെയ്തത്. ഓക്കെ, സോ 50 degrees Celsius ഡിപ്പ് കുറഞ്ഞു ആൻഡ് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഹോറിസോണ്ടൽ അപ് ടു 100 പ്രഷർ, ഒരു 0 to 100 അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരെ z equal to 1 ആണ് അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ബിഹേവ്സ് ഐഡിയലി. അപ്പോൾ ഈ 50 degrees Celsius ഈ ഒരു ലോ പ്രഷറിൽ അത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു അല്ലേ. അപ്പോൾ ആ ടെമ്പറേച്ചറിനെ നമ്മൾ, അതിനർത്ഥം ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു പറഞ്ഞാൽ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നു. സോ ആ ടെമ്പറേച്ചറിനെ നമ്മൾ പറയുന്നത് ബോയിൽ ടെമ്പറേച്ചർ എന്നാണ്, ഓർ ബോയിൽ പോയിൻ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ TB എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സോ എന്താ ബോയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ, അതായത് 50 degrees Celsius ഇത് കാണിച്ചത്. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ at which it obeys Boyle's law. It is the temperature at which it obeys Boyle's law over an appreciable pressure range. ഒരു appreciable pressure range മാത്രമേ ഒബേ ചെയ്യുന്നുള്ളൂ. and that is termed as Boyle's temperature or Boyle's law. ഒന്നുമില്ല പേടിക്കാൻ. എന്താ ബോയിൽ ടെമ്പറേച്ചർ at which it obeys Boyle's law. okay, it is the temperature at which the gas obeys Boyle's law for a range of pressure. ഒരു പെർട്ടിക്കുലർ അപ്രീഷ്യബിൾ റേഞ്ച് ഓഫ് പ്രഷറിൽ മാത്രം, അത് കഴിഞ്ഞാൽ മാറിയിട്ടോ. അപ്പോൾ അതുകൂടി പറയണം, പ്രഷറിൻ്റെ കാര്യം കൂടി പറയണം. ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ് ഒബേസ് ബോയിൽസ് ലോ ഓവർ ആൻ അപ്രീഷ്യബിൾ പ്രഷർ റേഞ്ച്. അപ്പോൾ ഫോർ നൈട്രജൻ വാട്ട് ഈസ് ദ ബോയിൽ ടെമ്പറേച്ചർ? 50 degrees Celsius. വാട്ട് ഈസ് ദ പ്രഷർ റേഞ്ച്? 0 to 100 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദെൻ എബവ് ദ ബോയിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്തുണ്ടാവും? Z ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി വിത്ത് ഇൻക്രീസിങ് പ്രഷർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ Z ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബിലോ ദിസ് ടെമ്പറേച്ചർ, ബിലോ ബോയിൽസ് ടെമ്പറേച്ചറിൽ ആദ്യം ഡിക്രീസ് ചെയ്യും, ദെൻ റീച്ചസ് എ മിനിമം വാല്യൂ, ദെൻ ഇൻക്രീസസ്. ഓക്കെ, അതായത് 50 അല്ലാതെ നമ്മൾ 60 മെഷർ ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ട് പോവുക ചെയ്യുക, അതാ പറയുന്നത്. Okay, so above boil temperature Z increases, below boil temperature Z decreases first, reaches a minimum, then increases. Okay, അപ്പോൾ അതാണ് പ്രഷർ കൂടുമ്പോഴുള്ള ഇത്. ഓക്കെ, സോ ഫോർ ഈച്ച് ഗ്യാസസ് ദ ബോയിൽ ടെമ്പറേച്ചർ, നൈട്രജന് 50 degrees Celsius ആണ്. ഓക്കെ, ആൻഡ് ഫോർ ഹൈഡ്രജൻ വളരെ കുറവാണ്, -165 degrees Celsius ആണ്. ഫോർ ഹീലിയം 240 degrees Celsius ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. നൈട്രജന് 50, ഹൈഡ്രജൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ ഏകദേശം നൈട്രജനെ പോലെ ബിഹേവ് ചെയ്യുന്നു. -165 degrees Celsius ആണ്. ഹീലിയത്തിൻ്റെ -240 degrees Celsius. ദെൻ ഡീവിയേഷൻ ഫ്രം അപ്പോൾ നമുക്ക് മനസ്സിലായി ബോയിൽസ് ലോന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു, ചാൾസ് ലോന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡീവിയേഷൻ ഫ്രം അവഗാഡ്രോ ലോ. എന്താ അവഗാഡ്രോ ലോ പറഞ്ഞിരിക്കുന്നത്? അറ്റ് STP 0 degrees Celsius and 1 atmospheric pressure, 1 mole of any gases having volume 22.414 liter എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. that is volume occupied by 1 mole of a gas at STP is 22.414. അപ്പോൾ ഇത് ഏത് ഗ്യാസ് ആണെങ്കിലും 0 degrees Celsius ഇതായിരിക്കണം വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി അതല്ല. ഹൈഡ്രജന് ഏകദേശം വാല്യൂ എന്ന് പറയുന്നത് 22.427 വരുന്നു. നമ്മളെ നൈട്രജന് 22.405, ഓക്സിജന് 22.394. അപ്പോൾ നോക്കൂ ഡീവിയേഷൻ വരുന്നുണ്ട്. സോ ഫോർ റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം അവഗാഡ്രോ ലോ. അപ്പോൾ 22 മാത്രമേ കറക്റ്റായി വരുന്നുള്ളൂ അല്ലേ. നമ്മളുടെ
മറ്റ് നമ്മൾ അവഗാഡ്രോ ലോ പറഞ്ഞത് എല്ലാ ഗ്യാസസും ഇതായിരിക്കണം, കറക്റ്റ് വാല്യൂ ആയിരിക്കണം എന്ന് പറഞ്ഞു. ബട്ട് ദർ ആർ ഡീവിയേഷൻ. സോ ദാറ്റ് ഈസ് ദ ഡീവിയേഷൻ ഫ്രം അവഗാഡ്രോ ലോ ഇൻ ദ കേസ് ഓഫ് റിയൽ ഗ്യാസസ്. Next, we already learned that there is a deviation from the ideal behavior. So just we can check what is the cause of deviation, why these gases are deviating. And we already discussed about the kinetic theory, and I am taking two assumptions in that kinetic theory. First one, the gas molecules are so small, they are very small, so the molecular volume, that is the volume of a molecule, is negligible when compared to the total volume. നമ്മൾ മൊത്തം വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു മോളിക്യൂളിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ് എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞത്. ദാറ്റ് കൈനറ്റിക് തിയറി ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഗ്യാസ് ലോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈനറ്റിക് തിയറി ഉണ്ടാക്കിയിരുന്നത്. അതിലൊരു അസംഷനാണ് ദ ഗ്യാസ് മോളിക്യൂൾസ് ആർ സോ സ്മോൾ, സോ ദെയർ ഇൻഡിവിജ്വൽ വോളിയം ഈസ് വെരി സ്മോൾ വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം. വേറൊരു കാര്യം കൂടിയും കൈനറ്റിക് തിയറി പറഞ്ഞിട്ടുണ്ട്. ദർ ഈസ് നോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ. ദർ ഈസ് നോ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടാണ് കൈനറ്റിക് തിയറി വെച്ച് നമ്മൾ ഗ്യാസ് ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ദ റിയൽ ഗ്യാസസ് ആർ ഡീവിയേറ്റ് ഫ്രം ദ ഐഡിയൽ ബിഹേവിയർ ബിക്കോസ് ദീസ് ടു അസംഷൻസ് ആർ റോങ്. ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ദ റിയൽ ഗ്യാസസ്. ഇത് കറക്റ്റ് ആയിരുന്നെങ്കിൽ ഗ്യാസ് ലോ ഒബേ ചെയ്യുമായിരുന്നു. ബട്ട് ആക്ച്വലി ഇഫ് യു ആർ ടേക്കിംഗ് ദ റിയൽ ഗ്യാസസ്, ദീസ് ടു അസംഷൻസ് ആർ നോട്ട് കറക്റ്റ്. അതുകൊണ്ടാണ് ഡീവിയേഷൻ വന്നത്. ഇനി എന്തുകൊണ്ടാണ് കറക്റ്റ് അല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് നമുക്കിതിന് കറക്റ്റ് അല്ല എന്ന് പറയുന്നത്? നമുക്കറിയാം മോളിക്യൂൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്മോൾ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്നുണ്ട് പറയുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഓൾറെഡി കൊളീഷൻ ഡയമീറ്റർ എന്നൊരു ടേം പഠിച്ചു. എന്താ കൊളീഷൻ ഡയമീറ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് മോളിക്യൂൾസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡയമീറ്ററിനെയാണ്, അപ്പോൾ വരുന്ന ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളീഷൻ ഡയമീറ്റർ. എന്നിട്ട് ജസ്റ്റ് വന്ന് റിപ്പൾസീവ് ഫോഴ്സ് വെച്ചിട്ട് അത് അവർ ബൗൺസ് ബാക്ക് ചെയ്യുന്ന പോകുന്നത് അല്ലേ. അപ്പോൾ ഒരു വോളിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വെൻ വി ആർ കൺസിഡറിങ് വൺ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ കൺസിഡർ ആണെങ്കിൽ പോലും വോളിയം, ഒരു പർട്ടിക്കുലർ വോളിയം അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും നെഗ്ലിജിബിൾ ആക്കാൻ പറ്റില്ല. എപ്പോഴാണ് നെഗ്ലിജിബിൾ ആക്കാൻ പറ്റുക? വലിയൊരു വോളിയം, ഒരു വലിയൊരു കണ്ടെയ്നറിൽ നമ്മളെടുത്തു, അപ്പോൾ വലിയ വോളിയം ആകുമ്പോൾ നമുക്ക് ചെറിയ വോളിയം ഒക്കെ നമുക്ക് നെഗ്ലിജിബിൾ ആവാം. അപ്പോൾ വോളിയം എപ്പോഴാണ് കൂടുന്നത്? പ്രഷർ കുറയുമ്പോൾ അല്ലേ. അപ്പോൾ ലോ പ്രഷറിൽ വോളിയം കൂടുതലായിരിക്കും, അപ്പോൾ ഒരാളുടെ വോളിയത്തിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ബട്ട് ഹൈ പ്രഷർ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വോളിയം വളരെ കുറയും, അപ്പോൾ ഇൻഡിവിജ്വൽ വോളിയം സിഗ്നിഫിക്കൻ്റ് ആണ്. under the conditions of low pressure and high temperature വോളിയം കൂടുതലാണ്, അപ്പോൾ നമുക്ക് മോളിക്യൂളിൻ്റെ വോളിയം നെഗ്ലിജ് ചെയ്യാം. ബട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, വാട്ട് വിൽ ഹാപ്പൻ? വോളിയം എന്ന് പറയുന്നത് വളരെ കുറയും, ടോട്ടൽ വോളിയം. അപ്പോൾ ഇൻഡിവിജ്വൽ വോളിയത്തിനെ നമുക്ക് അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഡീവിയേഷൻ കാണിക്കുന്നത്, ആൻഡ് ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഒബേ ചെയ്യുന്നത്. മനസ്സിലായോ? വോളിയം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കൂ. ദർ ഈസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞിരിക്കുന്നത്. ബട്ട് വി നോ ഗ്യാസസ് ആർ ലിക്വിഫയബിൾ. ഗ്യാസസിനെ നമുക്ക് ലിക്വിഡാക്കി മാറ്റാൻ പറ്റും. ഗ്യാസസിൽ നമുക്കറിയാം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, ലിക്വിഡിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് അല്ലേ. അപ്പോൾ ഗ്യാസസിനെ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് ലിക്വിഡാക്കാൻ പറ്റും. ലിക്വിഡ് ആവുക പറഞ്ഞു വെച്ചാൽ ദർ ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അട്രാക്ഷൻ വരുമ്പോൾ മാത്രമേ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ അല്ലേ. അപ്പോൾ വോളിയം കുറയും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് എത്തും. സോ ഹൈ പ്രഷർ, ഇതേ കണ്ടീഷൻ തന്നെ, ലോ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷറിൽ നമുക്ക് ഗ്യാസസിനെ കംപ്രസ് ചെയ്യാം. സോ അറ്റ് ദാറ്റ് കണ്ടീഷൻസ് ദർ ഈസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ നോക്കൂ, ഈ ലോ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും വോളിയം ഈസ് നോട്ട് നെഗ്ലിജിബിൾ ആൻഡ് ദർ ഈസ് അട്രാക്ഷൻ. പിന്നെ നമ്മൾ കൊളീഷൻ ഡയമീറ്ററിൽ പറഞ്ഞു, രണ്ട് മോളിക്യൂൾസ് അടുത്ത് വരുമ്പോൾ അവർ ക്ലോസസ്റ്റ് അപ്രോച്ച് വരുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് കാരണം അവർ റിപ്പൽ ചെയ്ത് പോകുന്നു, അതായത് സ്മാഷ് ഔട്ട് ആയി പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. അതായത് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തത്. മനസ്സിലായോ? നമ്മൾ ഈ രണ്ട് അസംഷൻസും തെറ്റാണ്, പെർട്ടിക്കുലർലി അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ്
ആൻഡ് ഹൈ പ്രഷർ. ദാറ്റ് ഈസ് ദ കോസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അല്ലാതെ ഇങ്ങനത്തെ കണ്ടീഷൻ ലോ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ ഇതും ഏകദേശം ശരിയായി എടുക്കാം നമുക്ക് അല്ലേ. ഹൈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കുറേ സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് കിടക്കില്ലേ, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, അപ്പോൾ അട്രാക്ഷനും കുറവായിരിക്കും, വോളിയം കൂടുതലായിരിക്കും, അപ്പോൾ ഒരാളെ വോളിയം നെഗ്ലിജ്. അപ്പോൾ ഈ കണ്ടീഷനിൽ ദാറ്റ് സംവാട്ട് ക്ലോസ് ടു റിയൽ ഗ്യാസസ്, ബട്ട് ദീസ് കണ്ടീഷൻസ് ഇറ്റ് highly deviate from the ideal behavior. Today we started from behavior of real gases, and we found that there is a deviation of real gases from ideal behavior, and this is real gases like hydrogen, nitrogen, oxygen, that is deviate from the ideal behavior. That is PV is equal to nRT is only for real gases, and the real gas only for ideal gases, and for real gases it will obey only at high temperature and low pressure, but high deviation will occur at low temperature and high pressure. And how we can represent graphically PV against P graph, we can see that there is a deviation from the ideal behavior. So in order to explain the extent of deviation, we can use compressibility factor. Z is equal to PV by nRT. Z equal to 1 for ideal gas, Z is deviate from the unity for real gases. If Z is less than 1, negative deviation. If Z is greater than 1, positive deviation. Next we learn about the extent of deviation, that is first effect of pressure. For that we have the graph Z against P, and we can see that temperature constant has taken as a constant. For nitrogen, oxygen, carbon dioxide, etc., there is a dip first, then increases. So for low pressure Z is less than 1, and that means the volume is less than that of the ideal. That means real gases are more compressible than ideal gases. But higher pressure കൂടിയില്ല, അപ്പോൾ real gases are more ലെസ് കംപ്രസിബിൾ ദാൻ ഐഡിയൽ ഗ്യാസ്. അതായത് ഇവരുടെ കേസ് കേട്ടോ. ഇനി നമ്മൾ ഹൈഡ്രജനും ഹീലിയൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും അവർ ലെസ് കംപ്രസിബിൾ ആണ്, ബട്ട് ഈ ടെമ്പറേച്ചറിൽ അവർ നൈട്രജൻ്റെ അതേ ബിഹേവിയർ കാണിക്കും. ഇത് നമ്മൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ സ്റ്റഡി ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതിൽ ഡിപ്പ് കൂടുതലാണ് ലോ ടെമ്പറേച്ചർ, പിന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. 50 ഡിഗ്രി എത്തുമ്പോൾ ഡിപ്പ് ഇല്ലാതെയായിട്ട് ഒരു കുറച്ച് ഹൊറിസോണ്ടലായിട്ട് വരും. അതായത് റിയൽ ഗ്യാസ് ബിഹേവിയർ തന്നെ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ കാണിക്കും. അതായത് ആ ടെമ്പറേച്ചറിൽ ബോയിലിൽ ഒബേ ചെയ്യുന്നു. ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ബോയിൽ ടെമ്പറേച്ചർ. ദെൻ അവഗാഡ്രോ ലോയും തെറ്റാണെന്ന് മനസ്സിലായി, കാരണം ഡിഫറെൻറ്റ് ഗ്യാസസിന് ഡിഫറെൻറ്റ് വോളിയമാണ്. പിന്നെ കോസ് എന്ന് പറയാനുള്ള കാരണം ഈ രണ്ട് അസംഷൻസ്, അതായത് സ്മാൾ ആണ് അതുകൊണ്ട് വോളിയം നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞത് തെറ്റാണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞതും തെറ്റാണ്. ദാറ്റ് ഈസ് പെർട്ടിക്കുലർലി ദ കേസ് ഓഫ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷറിൽ ഇത് രണ്ടും തെറ്റാണ്. അതുകൊണ്ടാണ് റിയൽ ഗ്യാസസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് മാറിപ്പോകുന്നത്, ഡീവിയേറ്റ് ചെയ്യുന്നത്.